15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം ഇന്ന് ആരംഭിക്കും. നിയമനിർമ്മാണത്തിനായി ചേരുന്ന സഭ 9 ദിവസമാണ് സമ്മേളിക്കുന്നത്. ആദ്യ ദിവസമായി ഇന്ന് വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സഭ പിരിയും. പ്രധാനമായും നിയമനിർമ്മാണത്തിനായി ചേരുന്ന 12ാം സമ്മേളനത്തിൽ 6 ദിവസങ്ങൾ ഗവൺമെന്റ് കാര്യങ്ങൾക്കും 2 ദിവസങ്ങൾ അനൗദ്യോഗികാംഗങ്ങളുടെ കാര്യങ്ങൾക്കുമായാണ് നീക്കിവച്ചിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പിരിയും. തിങ്കളാഴ്ച മുതൽ സമകാലിക സംഭവങ്ങൾ ഉയർത്തി സഭ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. തൃശൂർ പൂരം, ADGPക്കെതിരായ അന്വേഷണം തുടങ്ങിയ വിഷയങ്ങളും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെയും വ്യക്തമായ മറുപടി നൽകി പ്രതിരോധിക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം. അതേസമയം നക്ഷത്ര ചിഹ്ന ചോദ്യത്തിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും സ്പീക്കർ പറഞ്ഞു. പരാതി കിട്ടിയിട്ടുണ്ട്. സാധാരണ നിലയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഫ്ലോറിൽ വരാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഡെലിബറേറ്റായി എന്തെങ്കിലും ഒഴിവാക്കുന്ന സമീപനം ഞങ്ങളുടെ ഭാഗത്തുണ്ടായില്ല. അത്തരം ഒരു പരാതി ഏതായാലും പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവില്ല. ഒക്ടോബർ 18-ന് നടപടികൾ പൂർത്തീകരിച്ച് സമ്മേളനം അവസാനിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.